ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ജോഗ്രഫിയിലത്തെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. പീഠഭൂമികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പ്ലേറ്റ് ടു വെയർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ പ്ലേറ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം അടുത്ത് വരികയാണ്. അപ്പം അതിന് ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ 3ാമത്തെ ചാപ്റ്റർ, ജോഗ്രഫിയുടെ 3ാമത്തെ ചാപ്റ്റർ. അപ്പം പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഷൻ ഓഫ് ലാൻഡ് ഫോമിനെയാണ് എന്തെന്ന് പറയുന്നത്. നമ്മൾ അതായത് ഒരു ലാൻഡ് ഉണ്ട്, അതിൽ അതായത് ഒരു എക്സ്റ്റെൻഷൻ ഓഫ്, അതായത് ഒരു നിരപ്പായ ഒരു സ്ഥലത്ത് ഒരു കുന്നുപോലെ ഒരു സ്ഥലം രൂപപ്പെടുന്നതിനാണ് നമ്മൾ എക്സ്റ്റെൻഷൻ, അതായത് പ്ലേറ്റു എന്ന പീഠഭൂമികൾ എന്ന് പറയുന്നത്. അപ്പം രണ്ട് തരത്തിൽ ഈ പ്ലേറ്റുവിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഇന്റർ മൗണ്ടൻ പ്ലേറ്റു, പിഡ് മൗണ്ട് പ്ലേറ്റു, കോണ്ടിനെൻ്റൽ പ്ലേറ്റു എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്രയാണ്. അതുപോലെ തന്നെ പെൻസുലാർ പ്ലേറ്റുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അതായത് നമുക്കറിയാം, ഈ മാപ്പിൽ, ഇന്ത്യൻ്റെ മാപ്പിൽ ഈ ഒരു യെല്ലോ കളറിൽ കാണപ്പെടുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം രണ്ട് പാർട്ടായിട്ടാണ് പെൻസുലാറിനെ നമ്മൾ തരംതിരിക്കുന്നത്, പെനിൻസുലാർ പ്ലേറ്റുവിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോണത്. അതായത് പെൻസുലാർ പ്ലേറ്റു എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ലാൻഡ് ഫോം ദ വേൾഡ് ആണ്. പിന്നെ ട്രയാങ്കുലർ ഷേപ്പിലാണ്. 600 to 900 മീറ്റർ ആണ്, അതായത് ഏകദേശം ഒരു സീ ലെവൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് ഭാഗമുണ്ട്, ബൗണ്ടറീസ് ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സും വെസ്റ്റ് ഭാഗത്ത്, ഈസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റ് ഭാഗത്ത്. ഏകദേശം 16 lakh സ്ക്വയർ കിലോമീറ്റർ ആണ് പെൻസുലാർ പ്ലേറ്റുവിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അപ്പം നമുക്ക് എന്താണ് ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, അതായത് എങ്ങനെയൊക്കെയാണ് ലൊക്കേഷൻ്റെ ബേസിൽ പെനിൻസുലാറിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്നാണ് നോക്കാൻ പോണത്. അപ്പം ഒന്നാമത്തെയാണ് ദ ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്, സെൻട്രൽ ഹൈലാൻഡ്സും ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്ത്യൻ്റെ മാപ്പിൽ ഈ ഒരു ഭാഗത്ത് കാണുന്നത്, അതായത് ഇവിടെ കാണാം ഡെക്കാൻ പ്ലേറ്റു, അതുപോലെ തന്നെ സെൻട്രൽ ഹൈലാൻഡ്സും ആണ് ഈ ഒരു ഭാഗത്തുള്ള സെൻട്രൽ ഹൈലാൻഡ്സും ഡെക്കാനും ഉള്ളത് ഈ ഒരു ഭാഗത്താണുള്ളത്. പിന്നെയുള്ളത് നമുക്ക് അതെന്താണ് ഡെക്കാൻ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ലൊക്കേഷൻ എന്ന് പറയുന്നത് സത്പുര റേഞ്ചസിൻ്റെയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും ഈസ്റ്റേൺ ഗട്ട്സിൻ്റെയും ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതായത് നമുക്കറിയാം, നമ്മുടെ ലാവ സോൾട്ടിഫൈ ചെയ്തിട്ട് ബസാൾട്ട് റോക്സുകൾ ഉണ്ടാക്കുന്നതിന് മൂലമാണ് ഈ ഡെക്കാൻ പ്ലേറ്റുകൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ഡെക്കാൻ ട്രാപ്പ് റീജിയൻ എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ബസാൾട്ട് റോക്സ്, അതായത് കല്ല്, അത് തന്നെ ബസാൾട്ട് റോക്സ് എന്ന് പറയുന്നു. അത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇവ, അതായത് വെതറിങ് സംഭവിക്കുകയാണ്. അതായത് ആ കല്ലെന്ന് പറയുന്നത് പൊടിഞ്ഞു പോവുകയാണ്, വെതറിങ് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ അത് സോയിലായിട്ട് മാറി. അത് ആ സോയിലിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ബ്ലാക്ക് സോയിൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കൂടുതലായിട്ടും അവിടെ വാട്ടറിൻ്റെ, അതായത് ആ പ്രസൻസ് കൂടുതലായിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിലാണ് അവിടെ കൂടുതലായിട്ട് മിനറൽസും കാണപ്പെടുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ ഗട്ട്സ്, നമ്മുടെ ഡെക്കാൻ പ്ലേറ്റുവിൻ്റെ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ഈ ഒരു ഭാഗത്തിൻ്റെ വെസ്റ്റേൺ ഭാഗത്തും ഈസ്റ്റേൺ ഭാഗമാണ് നമ്മൾ പറയാൻ പോണത്. അപ്പം വെസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ് വെസ്റ്റേൺ ഗട്ട്സ് ഉള്ളത്. അതായത് സൗത്ത് കന്യാകുമാരി തൊട്ട് ഗുജറാത്ത്, അതായത് നോർത്ത് ഗുജറാത്ത് വരെയാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദി ഡെക്കാൻ പ്ലേറ്റു, പിന്നെ ഇൻക്രീസ് ചെയ്യുകയാണ്, അതായത് കൂടിക്കൂടി വരികയാണ്, അതായത് നോർത്ത് ടു സൗത്ത് എന്ന് പറയുന്നത്. ആനമുടി എന്ന് പറയുന്നത് അതിൻ്റെ ഹയസ്റ്റ് പീക്കാണ്. അതായത് എക്സാമിനൊക്കെ ചോദിക്കും നിങ്ങൾക്ക് 1 word ആയിട്ട്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. 2695 മീറ്റർ ആണ് ആനമുടീൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ദോഡാബേട്ട എന്ന് പറയുന്നതും നീലഗിരിയിലാണുള്ള, തമിഴ്നാട്ടിൽ മേജർ ഹൈ പീക്ക് ഇൻ ദ റീജിയൻ. പിന്നെ റേഞ്ചസ് ആണ് ആനമല ആൻഡ് ഏലമല, ഇത് കേരളത്തിൽ, അതായത് ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ആനമല ആൻഡ് ഏലമല എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ഈസ്റ്റേൺ ഗട്ട്സ്, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നതാണ് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്, ഈസ്റ്റേൺ ഭാഗം. അപ്പം ഈ ഒരു ഭാഗത്തെ പറയുന്നത് കമ്പാരിറ്റീവ്ലി അതായത് ലോവർ ഇൻ ഹൈറ്റ് ആണ്. അതായത് 800, അതായത് ഇവിടെ അറിയാം, ഇവിടെ 1600 ആണെങ്കിൽ, ഇവിടെ 1600 ആണെങ്കിൽ ഇവിടെ 800 ആണ്, 800 കിലോമീറ്റർ ആണ് ഉള്ളത്. പിന്നെ അവിടെ പറയുന്നത് ഒഡീഷ ടു നീലഗിരി, അതായത് ഒഡീഷ മുതൽ നീലഗിരി വരെ ഭാഗത്തുള്ളതാണ് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഫ്ലോയിങ് പെൻസുലാർ റിവർ അക്രോസ് ചെയ്യുന്നത് ഈ ഒരു ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്തോടാണ്. അതായത് നീലഗിരി ഹിൽസൊക്കെ അക്രോസ് ചെയ്യുന്നത് ഈ നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിലും വെസ്റ്റേൺ ആ ഭാഗങ്ങളിലൂടെയാണ്.
അപ്പം വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സും ഡെക്കാൻ പ്ലേറ്റുവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് സെൻട്രൽ ഹൈലാൻഡ്സ്. രണ്ടാമത്തെ ആയിരുന്നു നമ്മൾ പറഞ്ഞത് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഹൈലാൻഡ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മാൽവ പ്ലേറ്റു, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു. മാൽവ എന്ന് പറയുമ്പോൾ ആരവല്ലി മൗണ്ടെയ്ൻസിൻ്റെ, ആരവല്ലി ഇവിടെ ഉണ്ട്, ആരവല്ലി മാൽവയുണ്ട്, ഛോട്ടാ നാഗ്പൂർ ഉണ്ട്. അതായത് സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ആരവല്ലി മൗണ്ടെയ്ൻസിൻ്റെ, അതായത് ആരവല്ലി മൗണ്ടെയ്ൻസ് ആർ ദ വെസ്റ്റേൺ മാർജിൻ ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻ. ആരവല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻ ആണ്. മൗണ്ട് അബു മേജർ ഹിൽ സ്റ്റേഷനാണ്, ഹയസ്റ്റ് പീക്ക് ഇൻ ദ മാൽവ പ്ലേറ്റു എന്ന് പറയുന്നത്. പിന്നെ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി സെൻട്രൽ ഹൈലാൻഡ്സ്, അതായത് സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ സൗത്ത് രാജ്മഹൽ ഉണ്ട്, ഇവിടെ രാജ്മഹൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ, അതായത് ഛോട്ടാ നാഗ്പൂരാണ് നമ്മൾ പറയുന്നത്, അതെന്ന് പറയുന്നത് റിച്ചസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്, അതായത് മിനറൽസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്, അതായത് മിനറൽസ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്താണ് നമുക്ക് ക്ലൈമറ്റ്, പെനിൻസുലാറിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജൂൺ മാസങ്ങളിലാണ് കേരളത്തിലൊക്കെ മഴ ലഭിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ മൺസൂൺ വിൻഡ്, അതായത് മൺസൂൺ വിൻഡ് കാരണമാണ് റെയിൻഫാൾ, മഴയൊക്കെ ലഭിക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പെനിൻസുലാറിൽ ഡേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ഡേ ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡ്യൂറിനൽ ടെമ്പറേച്ചർ. ഡ്യൂറിനൽ ടെമ്പറേച്ചർ എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. നമ്മുടെ റെയിൻഫാളിനെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. 250 to 400 സെൻറ്റിമീറ്റർ അളവിലാണ് മഴ ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത്, അതായത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് അറേബ്യൻ സീ ഉണ്ട്, അതായത് ഇവിടെ അറേബ്യൻ സീ ഉണ്ട്. ഈ അറേബ്യൻ സീയിൽ നിന്ന് വരുന്ന മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്ന് ബേ ഓഫ് ബംഗാളിലേക്കും ഒന്ന് അറേബ്യൻ സീയിലേക്കും. ഇത് നേരെ ഈ ആരവല്ലി മൗണ്ടെയ്ൻസ്, ഈ ഒരു സെൻട്രൽ ഹൈലാൻഡ്സിൻ്റെ ഈ ഭാഗത്തോട്ട് പോയിട്ട് സ്റ്റെക്കായി, അതായത് കാർമേഘങ്ങളൊക്കെ സ്റ്റെക്കായി നിന്നിട്ട് ഇതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീശുകയാണ്. അതായത് ഇവയൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീശുകയാണ്. അപ്പം ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഈ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന ഈ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് പോകുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റെക്കായി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് നമ്മുടെ നീലഗിരി, തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് കുറച്ച് രീതിയിൽ മഴയൊക്കെ പെയ്യിപ്പിക്കുന്നു. അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതായത് ഈ തമിഴ്നാട് ഭാഗങ്ങളിൽ ചില നേരങ്ങളിൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ റെയിൻഫാളിനെ കുറിച്ച് പറയാം. റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത് തമിഴ്നാടാണ്, ഓർത്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള പെനിൻസുലാർ റിവർ, 3 തരത്തിലുള്ള പെനിൻസുലാർ റിവറാണ് നമുക്കുള്ളത്. ഒന്നാമത്തെയാണ് ദ വെസ്റ്റേൺ ഗട്ട്സും, അതായത് നമ്മുടെ പെനിൻസുലാർ റിവർ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പെനിൻസുലാർ റിവറാണ്, അതായത് ഒന്നാമത്തെ പെനിൻസുലാർ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ദ മൗണ്ടെയിൻ റേഞ്ച്, അതായത് വെസ്റ്റേൺ ഗട്ട്സിലേക്ക് ഒഴുകുന്ന ഒരു തരത്തിലുള്ള, വെസ്റ്റേൺ ഗട്ട്സ് നിന്ന് അറേബ്യൻ സീയിൽ, വെസ്റ്റേൺ ഗട്ട്സ് നിന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് എത്തുന്ന റിവറും, അതുപോലെ തന്നെ സെൻട്രൽ ഹൈലാൻഡ്സ് നിന്ന് വരുന്ന റിവറും, പിന്നെ പെനിൻസുലാർ ഡ്രെയിനേജ്, അതായത് ഈസ്റ്റ് വാർഡ് ഓഫ് ബംഗാൾ ഇൻറ്റു ദ ബേ ഓഫ് ബംഗാളിലേക്കും വെസ്റ്റ് വാർഡ് ഇൻറ്റു ദ അറേബ്യൻ സീയിലേക്കും ഫ്ലോയിങ് നോർത്ത് വേർഡ് ഓഫ് ജോയിൻ യമുന ആൻഡ് ഗംഗ. അപ്പം ഇവിടെ പറയാം, അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റിവർ, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റിവർ എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ ഗംഗയും അതുപോലെ തന്നെ യമുനയും വരുന്ന അവിടേക്ക് പോകുന്ന റിവറാണ് 3 തരത്തിലുള്ള റിവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, അതായത് പെനിൻസുലാർ റിവർ, ഒന്നാമത്തെ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ഫ്രം ദി വെസ്റ്റേൺ ഗട്ട്സ്, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ട്രിബ്യൂട്ടറീസ്, അത് പോഷക നദികളായിരിക്കും. ഗോദാവരി എന്ന് പറയുന്നത് ലാർജസ്റ്റ് പെനിൻസുലാർ റിവറാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്താണ്, ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്, അതായത് ഓരോ സ്റ്റേറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ നോക്കുക. രണ്ടാമത്തെ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത് നർമ്മദയും താപ്തിയും മാത്രമാണ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത്. അതായത് അമരാഖണ്ഡ് മധ്യപ്രദേശിൽ നിന്ന് ഒഴുകി മധ്യപ്രദേശും മഹാരാഷ്ട്ര, ഗുജറാത്ത് സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഈ റിവർ എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെ എത്തുന്നു, അറേബ്യൻ സീയിലേക്കാണ് എത്തുന്നത്. മൂന്നാമത്തെ തരത്തിലുള്ള റിവറാണ് പെനിൻസുലാർ റിവർ ജോയിനിങ് റിവർ ഗംഗ, അതായത് ചാമ്പൽ ആൻഡ് സിന്ധാർ പെനിൻസുലാർ ട്രിബ്യൂട്ടറീസ് റിവർ ഗംഗയിലേക്ക് എത്തുന്ന റിവർ. ഇതിൽ ചാമ്പൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ പല രൂപത്തിൽ സൈസിലൊക്കെ ആയിട്ട്
ചെറിയ ചെറിയ കുഴികളായിട്ട്, അതായത് നമുക്ക് അറിയാം അതൊരു ബാഡ് ലാൻഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, അതായത് ചാമ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് നോക്കാനുള്ള പെൻസിലാർ റിവർ ജോയിനിങ് ഗംഗ നമ്മൾ പറഞ്ഞു. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക, അതായത് നമ്മൾ സ്വന്തം നട്ടുണ്ടാക്കാതെ വളർന്നു വരുന്ന സസ്യജാലങ്ങളെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ നമ്മൾ കണക്കാക്കുന്നത്. അപ്പം വനങ്ങൾ, അതായത് ഫോറസ്റ്റ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇതിൽ അതായത് പെൻസിലാർ പ്ലേറ്റ്യൂവിൽ ഈ നാച്ചുറൽ വെജിറ്റേഷൻ 3 തരത്തിലാണ്: ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ്, സൗത്തേൺ മൗണ്ടൈൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, അതായത് അത്യാവശ്യം, അതായത് ഇല കൊഴിഞ്ഞൊരു മരങ്ങളായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഈ റബ്ബറൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയും. ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ അതായത് മരങ്ങളായിട്ട്, അതായത് ചെറിയ ഇതായിട്ട് കാണപ്പെടുന്ന മരങ്ങളുടെ രൂപത്തിൽ കാണപ്പെടുന്നതാണ് ട്രോപ്പിക്കൽ ഡെസിഡിയസ്. സൗത്തേൺ മൗണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൾച്ചെടികളായിട്ട്, ചെറിയ മുൾച്ചെടികളായിട്ട് കാണപ്പെടുന്നത്. പിന്നെ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ വെതറിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ബ്ലാക്ക് സോയിലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സോയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലുണ്ട്, റെഡ് സോയിലുണ്ട്, ലാറ്ററൈറ്റ് സോയിലുണ്ട്, മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിലുണ്ട്. പിന്നെ നമുക്ക് അഗ്രികൾച്ചർ എന്തൊക്കെയാണ്? പെൻസിലാർ പ്ലേറ്റ്യൂവിലെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കോഫി, ടീ, ഷുഗർ ക്യാൻ, കോട്ടൺ, സ്റ്റോർ ഹൗസ് മിനറൽസ്. അതിൽ കോഫിയാണ് പറയാനുള്ളത്. കോഫി കൂടുതലായിട്ടും കർണാടകയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ 22% പ്രൊഡക്ഷനും സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടീൻ്റെ നീലഗിരി ഹിൽ സ്റ്റേഷൻ, അതായത് നീലഗിരി ഭാഗങ്ങളിൽ തമിഴ്നാട് ഭാഗത്തിലാണ് കൂടുതലായിട്ട് ടീൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ മിനറൽ സോൺസ് ഓഫ് പെൻസിലാർ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ, സെൻട്രൽ റീജിയൻ, സൗത്തേൺ റീജിയൻ, സൗത്ത് വെസ്റ്റേൺ റീജിയൻ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പാർട്ടായിട്ട് മിനറൽ സോൺസ് ഓഫ് ദി പെൻസിലാർ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഭാഗമാണിത്. മാപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ പെനിൻസുലാർ എന്താണെന്നും അതുപോലെ തന്നെ 2 ഭാഗങ്ങൾ എന്താണെന്നുള്ള കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. അപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.